പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ നമുക്ക് നൽകിയ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണല്ലോ കാഴ്ച. എന്നാൽ ഇന്ന് പലരും കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നതുകൊണ്ടും വിവിധ നേത്രരോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കണ്ണട വെക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, ശസ്ത്രക്രിയയെ ഭയപ്പെടുന്നവർ, ഇവർക്കായി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് നിലവിളിച്ച അന്ധനായ ബർത്തിമേസിനെ നമുക്ക് ധ്യാനിക്കാം. അവൻ്റെ വിശ്വാസം കണ്ട യേശു അവന് കാഴ്ച നൽകി അനുഗ്രഹിച്ചു. ജന്മന അന്ധനായവൻ്റെ കണ്ണുകളിൽ മണ്ണുപൊട്ടി അവന് പുതിയൊരു ലോകം കാണിച്ചു കൊടുത്ത കർത്താവ് ഇന്നും ജീവിക്കുന്നു. ശാരീരികമായ കാഴ്ചയോടൊപ്പം തന്നെ ആത്മീയമായ കാഴ്ചയും നമുക്ക് അത്യാവശ്യമാണ്. ഇരുട്ടിനെ നീക്കി വെളിച്ചം നൽകുന്ന അമ്മ വഴി നമുക്കിന്ന് സൗഖ്യം അപേക്ഷിക്കാം. ആരോഗ്യത്തിൻ്റെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, നേത്രരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണിൻ്റെ ലെൻസ്, റെറ്റിന, ഒപ്റ്റിക് നെർവ് എന്നിവയ്ക്കുണ്ടാകുന്ന സകല തകരാറുകളും ഈശോയുടെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. കാഴ്ച മങ്ങുന്ന അവസ്ഥ, തിമിരം, കണ്ണിൻ്റെ സമ്മർദ്ദം എന്നിവയിൽ നിന്ന് വിടുതൽ നൽകണമേ. ചെറുപ്പത്തിൽ തന്നെ കണ്ണിന് പവർ വ്യത്യാസം വന്ന് കട്ടിയുള്ള കണ്ണടകൾ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മ സ്പർശിക്കണമേ. അവരുടെ കാഴ്ചശക്തി അത്ഭുതകരമായി വർദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകൾ കൈകൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, കണ്ണിന് ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ടവർക്ക് അത് വിജയകരമാകാൻ സഹായിക്കണമേ. ലേസർ ചികിത്സയും മറ്റും ചെയ്യുന്നവർക്ക് പൂർണ്ണ ഫലം ലഭിക്കട്ടെ. മൊബൈൽ ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും അമിത ഉപയോഗം മൂലം കണ്ണുകൾക്ക് സംഭവിക്കുന്ന ക്ഷീണം, വരൾച്ച, വേദന എന്നിവയിൽ നിന്ന് മക്കളെ സംരക്ഷിക്കണമേ. ഓൺലൈൻ പഠനത്തിലും ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കണ്ണിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ കൃപ നൽകണമേ. കാഴ്ചശക്തി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ കഴിയുന്നവർക്ക് അമ്മ പ്രത്യാശ നൽകണമേ. പ്രത്യാശയുടെ നിലവിളക്കെ, ലോകത്തിൻ്റെ ഭംഗി കാണുവാനും ദൈവത്തിൻ്റെ സൃഷ്ടികളെ നോക്കി സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. മോശമായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകളെ പിന്തിരിപ്പിക്കണമേ. സചിന്തകളോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരെ നോക്കിക്കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കാഴ്ചശക്തി കുറവുള്ളവർക്ക് അത്ഭുതകരമായ തെളിച്ചം ലഭിക്കുവാൻ പോകുന്നു എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഇരുട്ടിനെ നീക്കി വെളിച്ചം കൊണ്ടുവരുന്ന അമ്മയുടെ സാന്നിധ്യം ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ നമ്മുടെ കാഴ്ചശക്തിക്കായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃപാസന മാതാവേ, ഞങ്ങളുടെ മക്കളുടെ കണ്ണുകളെ അമ്മ സ്പർശിച്ചുവെന്നും കാഴ്ചയിലെ മങ്ങലുകൾ നീങ്ങിയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി മുതൽ ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുമെന്ന് ഏറ്റുപറയുന്നു. ഈ സൗഖ്യത്തിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും നല്ല കാഴ്ചശക്തിയും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.